ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്ന് ഒരു കണ്ടസ്റ്റന്റ് അങ്ങനെ പുറത്താവാൻ പോകുന്നു. 2 ദിവസമല്ലേ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടായിട്ടുള്ളൂ, എന്നിട്ട് തന്നെ ഒരു കണ്ടസ്റ്റന്റിനെ എവിക്റ്റ് ആക്കി പുറത്തേക്ക് വിടുന്നു. അതെന്ത് കളി? ഇത് തന്നെയാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ച 7ന്റെ പണി എന്ന് പറയുന്നത്. കണ്ടസ്റ്റൻസിന് പരിപാടി തുടങ്ങുന്ന സമയത്ത് തൊട്ട് തന്നെ ഓരോരോ പണികളായിട്ട് ബിഗ് ബോസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ ഒരു പണി കാണുമ്പോൾ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ ഒരു സീസൺ എത്രത്തോളം ഡിഫിക്കൽട്ട് ആണെന്നുള്ള കാര്യം. എന്തൊക്കെയാണെങ്കിലും സീസൺ 7ലേക്ക് പുതിയൊരു ടാസ്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒട്ടും യോഗ്യതയില്ല ബിഗ് ബോസ് ഹൗസിൽ താമസിക്കാനായിട്ട്. ഇപ്പൊ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിൽ ഒട്ടും യോഗ്യതയില്ലാത്ത 4 കണ്ടസ്റ്റൻസിനെ എല്ലാ വീട്ടുകാരും കൂടി ചേർന്നിട്ട് സെലക്ട് ചെയ്യണം. എന്നിട്ട് ആ സെലക്ട് ചെയ്ത കണ്ടസ്റ്റൻസ് 4 പേരും ബിഗ് ബോസ് ഹൗസിൽ രാത്രി ഉറങ്ങേണ്ടത് ഗാർഡൻ ഏരിയയിലാണ്. ഗാർഡൻ ഏരിയയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അവർക്ക് അവിടെയും മറ്റൊരു ടാസ്ക് ഉണ്ട്. ഒരേ ഒരു കട്ടിലേ അവർക്ക് അവിടെ ഉള്ളൂ. ആ ഒരു കട്ടിലിൽ വേണം 4 പേരും കിടന്നുറങ്ങാനായിട്ട്. ആ ഒരു 4 കണ്ടസ്റ്റൻസിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന് ഉറങ്ങണമെങ്കിൽ തന്നെ ആ ഒരു കട്ടിലിൽ മാത്രമേ കിടന്നുറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ 7ന്റെ പണി എന്ന് പറയുന്നത് ഈ ഒരു കട്ടിലിൽ ഒരു കണ്ടസ്റ്റന്റ് കിടന്നുറങ്ങുകയാണെങ്കിൽ ആ ഒരു കണ്ടസ്റ്റന്റിനെ ഉണർത്താതെ ആ ഒരു കട്ടിലോട് കൂടി എടുത്തിട്ട് അവിടെയുള്ളൊരു റെഡ് കളർ സോണിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടസ്റ്റന്റ് ഓൺ ദ സ്പോട്ടിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയി പുറത്തു പോകുന്നതായിരിക്കും. ഇതാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് ലെറ്റർ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ, സംഭവം വായിച്ചിട്ടേ ഉള്ളൂ. 4 കണ്ടസ്റ്റന്റിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ആ കണ്ടസ്റ്റൻസ് ഈ ഒരു ഗാർഡൻ ഏരിയ കിടന്നുറങ്ങുമ്പോൾ ആ ഒരു കട്ടിലോട് കൂടി ആ ഒരു കണ്ടസ്റ്റന്റ് ഉണരാതെ ഈ പറയുന്ന റെഡ് സോണിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടസ്റ്റന്റ് ഓൺ ദ സ്പോട്ടിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആവുന്നതായിരിക്കും. ഇതാണ് ആ ഒരു ടാസ്ക്. പക്ഷേ ഈ ഒരു കട്ടിൽ എടുത്തു പൊക്കുന്ന സമയത്ത് ആ ഒരു കണ്ടസ്റ്റന്റ്, അതായത് കട്ടിലിൽ കിടന്നുറങ്ങുന്ന വ്യക്തി ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അയാൾക്ക് എവിക്റ്റ് ആവേണ്ട ആവശ്യം വരില്ല. പക്ഷെ അപ്പോഴും ടാസ്ക് തന്നെയാണ്. ഒടുക്കത്തുറക്കം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരെങ്കിലും ഒരാൾ അവിടെ കിടന്നുറങ്ങുകയും ഈ ഒരു കട്ടിലോട് കൂടി ആ ഒരു റെഡ് സോണിൽ കൊണ്ടുപോയി വെച്ചാൽ ഒരാളെ പുറത്താക്കാനായിട്ട് സാധിക്കും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ പുറത്താക്കാനായിട്ട് മറ്റുള്ള എല്ലാ വീട്ടുകാർക്കും കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന ടാസ്ക്. ഇതിലൂടെ ആരെങ്കിലും ഒരാളെ പുറത്താക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു വീക്കെൻഡ് വരെ ഉണ്ടാവും. ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ എത്തുന്നതിന്റെ തൊട്ട് മുന്നത്തെ എപ്പിസോഡ്, അതായത് നമ്മൾ ഈ പറയുന്ന നാളെയും മറ്റന്നാളും എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു 2 days ഇവർ ഉറങ്ങാതെ പിടിച്ചു നിൽക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഉറക്കത്തിലും ഒരു ചെറിയൊരു ബോധം വേണം. എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എണീക്കാൻ പറ്റുന്ന രീതിയിൽ. എന്തായാലും നമുക്ക് നോക്കാം. ടാസ്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്